Hi Kiran Jain, welcome back to my channel. Kiran's 2026 നേവി SSR/MR മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഫോം ഫില്ലിംഗ് ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫോം ഫിൽ ചെയ്ത എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 2026 നേവി SSR/MR MAക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 2026 നേവി SSR/MR MAയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2025 അപ്ഡേറ്റ് എടുത്താൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആന ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും 2026 നേവി SSR/MR MAക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഇനി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, കുട്ടികളെ ഫോം ഫില്ലിംഗ് ഡേറ്റ് ആൾറെഡി ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചിട്ട്. എയർഫോഴ്സിൻ്റെ ഡേറ്റ് ആൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, പക്ഷേ ഇന്ത്യൻ നേവിയുടെ ഡേറ്റ് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. 2026 ഫോം ഫില്ലിംഗ് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ നേവി എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരം 5 മണി വരെയാണ് എല്ലാ കുട്ടികൾക്കും ടൈം ലഭിച്ചിട്ടുള്ളത്. 5 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. 5 o'clock വരെ അവരുടെ ഫോം ഫില്ലിംഗ് പകുതിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ കുട്ടികൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്, ഇന്ത്യൻ നേവി കറക്റ്റായിട്ട് ഈവനിങ് 5 o'clock ഫോം വിൻഡോ, അതായത് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന വിൻഡോ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള ടൈം ലഭിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആൾറെഡി 1 മാസം ഇന്ത്യൻ നേവി നിങ്ങൾക്ക് വേണ്ടി തന്നു. ഇത്രയും ടൈമിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ ആ ഒരു യൂണിഫോമിനോട് അത്ര പാഷൻ കാണത്തില്ല. പാഷനുള്ള കുട്ടികൾ എന്തായാലും നേരത്തെ തന്നെ ഫോം ഫില്ല് ചെയ്ത് കാണും. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത കുട്ടികൾ ഇനി ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, കുട്ടികളെ ഓൺലൈൻ രജിസ്ട്രേഷൻ വിൻഡോ ഫോർ SSR/MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഈസ് ക്ലോസ്ഡ്. കറക്ഷൻ വിൻഡോ വിൽ ബി ലൈവ് ഓൺ 10th April ആൻഡ് 11th April. അതായത് നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 10th ആൻഡ് 11th April ഇനി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉടനെ തന്നെ ഞാൻ 2026 നേവി SSR/MRലേക്ക് എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ 2026 നേവി SSR/MR MA റിലേറ്റഡ് കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ക്ലാസ്സിലും ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ്സാകത്തില്ല. 2026 നേവി SSR/MR MA റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത് ഓൺലി ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണോ നിങ്ങളുടെ സിലബസിലുള്ള ആ ഒരു ടോപ്പിക്ക് അത് മാത്രമായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം നേവി SSR/MRൻ്റെ ക്ലാസ്സുകൾ വളരെ ഷോർട്ടാണ്. ഷോർട്ടെന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസ് മാത്രം നിങ്ങൾക്ക് കവർ ചെയ്താൽ മതി. എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതേ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത്രയും ടോപ്പിക്കും അതേപോലെ ആ ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കവർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേവി SSRലേക്കും MRലേക്കും അതുപോലെ തന്നെ MAയിലേക്കും സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ കറക്ഷൻ വിൻഡോ. എല്ലാവരും ഈ ഒരു ഡേറ്റ് പ്രോപ്പറായിട്ട് റിമൈൻഡറിൽ വെക്കണം എന്നാണ്. April 10 ആൻഡ് 11. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് ഡേറ്റ് ആൾറെഡി ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി ഓപ്പൺ ആകുമോ? ഇല്ല, ഒരിക്കലും ഇനി ഓപ്പൺ ആകത്തില്ല. അടുത്ത വർഷം ഓപ്പൺ ആവുന്നതായിരിക്കും നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫോം റിജക്ഷൻ. ആരുടെയെങ്കിലും ഫോം ഇതുവരെ റിജക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല, 2026 ആരുടെയും ഫോം ഇതുവരെ റിജക്റ്റ് ആയിട്ടില്ല. കാരണം ഇനി കറക്ഷൻ വിൻഡോ കൂടി ഓപ്പൺ ആകുന്നുണ്ട്. ഇന്ത്യൻ നേവിക്ക് അറിയാം എന്തായാലും നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കുമെന്ന്. അതനുസരിച്ചിട്ടാണ് ഇന്ത്യൻ നേവി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകാൻ പോകുന്നത്. ഈ കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, അതായത് നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഇന്ത്യൻ നേവി തരികയാണ്. നോക്കൂ, കറക്ഷൻ വിൻഡോ ഓപ്പൺ ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് മിസ്റ്റേക്സ് ഐഡൻറ്റിറ്റി. അതായത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ഫോം റിസീപ്റ്റ് ആയിട്ട് ലഭിച്ചു കാണും.
ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ആഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നിങ്ങളുടെ നെയിം ആവാം, നിങ്ങളുടെ ഫാദർ നെയിം ആവാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആകാം, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തതിലാകാം. എന്താണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്യുക. ക്ലിയർ? നോട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏപ്രിൽ 10 ആൻഡ് 11 വരെ വെയിറ്റ് ചെയ്യുക. എന്നാണോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ചെയ്യുക. ഇത് മുഖേന നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് മിസ്റ്റേക്ക് ഐഡൻറ്റിറ്റി. അത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് റോങ് ഡോക്യുമെൻറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നേവി SSR MR MAയുടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ അഡീഷണൽ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അവിടെ ചില കുട്ടികൾ അഡീഷണൽ ഡോക്യുമെൻറ്റ് എന്താണ് ഫേക്കായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യും. അവരുടെ കയ്യിൽ ഡോക്യുമെൻറ്റ് കാണത്തില്ല. ചിലപ്പോൾ കഫയിൽ ആ ഒരു സ്റ്റാഫ് പറയുന്നത് കേട്ട് അവർ വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്യും. യെസ്, ഞങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് യെസ് എന്ന് അങ്ങ് അവിടെ ക്ലിക്ക് ചെയ്യും. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 ചെല്ലുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അവിടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ചോദിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ അവിടെ ഫെയിൽ ആവുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കാൻഡിഡേച്ചർ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ അവിടെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റോങ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങൾ അവിടെ യെസ് എന്നോ അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഫോം റിജക്റ്റ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സ്റ്റേജ് 2 ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ അവിടെ എല്ലാ കാര്യങ്ങളും റിജക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റോങ് ഡോക്യുമെൻറ്റ് എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ആ മിസ്റ്റേക്സ് ഉടനെ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യുകയും വേണം. പിന്നെ അഡ്മിറ്റ് കാർഡ് അപ്ഡേറ്റ്, ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു മിസ്റ്റേക്സ് ആൻഡ് അഡ്മിറ്റ് കാർഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. എങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ്? ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ അല്ല അപ്ലോഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? ചെറിയ ചെറിയ മൈനർ പോയിന്റ് എടുത്തിട്ട് ഒരിക്കലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവത്തില്ല. പക്ഷേ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ റോങ് ആയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫോം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിറ്റ് കാർഡ് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ മൈനർ പോയിന്റ്, അതായത് ഫോട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. മേജർ ഡോക്യുമെൻറ്റിലാണെങ്കിൽ സ്റ്റേജ് 2 ചെല്ലുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേച്ചർ അവിടെ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും, നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കറക്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേവി SSR MRൻ്റെ സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ്സ് നോക്കാം. ഇതുകൂടി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. നോക്കൂ കുട്ടികളെ, 2025 3 ഇൻടേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നു വന്നത്. നമുക്ക് കട്ട് ഓഫ് നോക്കാം. സ്റ്റേജ് 1ൻ്റെയാണ് ഞാനിവിടെ പറയുന്നത്. നേവി SSRൻ്റെ ബോയ്സിൻ്റെ കട്ട് ഓഫ് 17.5 ആയിരുന്നു. പിന്നെ നേവി SSRൻ്റെ ഗേൾസിൻ്റെ കട്ട് ഓഫ് 29.75 ആയിരുന്നു. ഇത് 100 മാർക്സിലാണ് എക്സാം എന്ന് പറയുന്നത്. എത്രയാണ്? 100 മാർക്സിലാണ് എക്സാം. 100 മാർക്കിലാണ് 17.5 എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. നമ്മുടെ ഇവിടെ കോഴ്സിൽ ചേർന്ന എല്ലാ കുട്ടികൾക്കും സ്റ്റേജ് 1 സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സ്റ്റേജ് 1 വളരെ ഈസിയാണ്. അപ്പോൾ സ്റ്റേജ് 1 പാസ്സായതിനു ശേഷം സ്റ്റേജ് 2 പിന്നെ നിങ്ങൾ പ്രോപ്പർ പ്ലാനിങ് കൂടെ പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാം. സ്റ്റേജ് 2 ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. മനസ്സിലായി? അപ്പോൾ സ്റ്റേജ് 1 ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ കട്ട് ഓഫ് മനസ്സിലായി. 3 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. നേവി MRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിൻ്റെ കട്ട് ഓഫ് 19.25 ആണ്. എത്രയിലാണ്? 50 മാർക്കിൽ. പിന്നെ ഗേൾസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 21.5 ആയിരുന്നു. ഇതും 50 മാർക്കിൽ. 50 മാർക്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് നേടാൻ പറ്റത്തില്ലേ? ഡെഫിനറ്റ്ലി നേടാൻ പറ്റും, നല്ലപോലെ പഠിച്ചാൽ. 3 ഇൻടേക്ക് അല്ലെങ്കിൽ 2 ഇൻടേക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് 2 തവണ ചാൻസ് ലഭിക്കുകയാണ് ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടാനായിട്ട്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ക്ലിയർ? ഇനി നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റിനെ നോക്കാം. നോക്കൂ കുട്ടികളെ, MAയുടെ കട്ട് ഓഫ് ആണ് സ്റ്റേജ് 1ൻ്റെ 43.25 ആണ്. 2 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതേ രീതിയിൽ കട്ട് ഓഫ് അപ്ഡേറ്റ് ഒന്നും ലഭിക്കത്തില്ല. നമ്മൾ മുൻ വർഷത്തെ അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ഫേക്കായിട്ടുള്ള ഒരു കാര്യവും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ജോബ് നേടിയെടുക്കാൻ പറ്റും. ക്ലിയർ? ഇനി 2025 നമ്മുടെ റിസൾട്ട് ഒന്ന് നോക്കൂ കുട്ടികളെ. ഇത്രയും കുട്ടികൾക്ക് നേവി SSR MRലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും
ഇതേ രീതിയിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ഇൻടേക്ക് ബാലൻസ് ആണ്. 3 ഇൻടേക്കിലേക്കായിരുന്നു 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2 ഇൻടേക്കിലേക്കും സെലക്ഷൻ കിട്ടിയ കുട്ടികളാണിത്. ഇനി ഒരു ഇൻടേക്ക് കൂടി ബാലൻസ് ഉണ്ട്. അതിനകത്തും എന്തായാലും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഒത്തിരി കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളും 2026 2 ഇൻടേക്കിലേക്കും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് +2 ബേസ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാൻസ് നിങ്ങളുടെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. SSRന് ടോട്ടൽ ഫീസ് 4000, MR 2500, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000 ആണ്. പിന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1ന്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ സ്റ്റേജ് 2ന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് സ്റ്റേജ് 1ൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലൈവ് ക്ലാസ് ലഭിക്കും, സ്റ്റേജ് 2ൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും, മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളുടെ എക്സാമിന് മിനിമം 40 to 45 ഡേയ്സ് മാത്രമാണുള്ളത്. അത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്തിരിക്കണം. ക്ലിയർ? ഐ ഹോപ്പ് എല്ലാ കുട്ടികളും ഉടനെ തന്നെ ജോയിൻ ചെയ്യും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്കും ബേസിക് അവയർനെസ് ഒന്നുമില്ല. എന്താണ് നേവി, SSR, MR ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓൺലി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമാണ്. വീഡിയോസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നേവി SSR, എന്താണ് നേവി MR എന്നതിനെക്കുറിച്ചൊക്കെ. ഉടനെ തന്നെ എല്ലാ കുട്ടികളും ആ ഒരു വീഡിയോ കാണുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലൊരു ജോബാണ് കുട്ടികൾ. ഒരിക്കലും നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യരുത്. പിന്നെ ഡിഫൻസ് ജോബ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫൈനലി 2 അപ്ഡേറ്റ് കൂടി, അതായത് 2 ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ അക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ്, എക്സാം ഓറിയൻറ്റഡ്, പ്രോപ്പർ ട്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തേക്കേണ്ട കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.